സ്വർഗത്തിന് 8 കവാടമുണ്ടെന്ന് നാം എല്ലാം പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ സ്വർഗത്തിലെ ഒരു കവാടത്തിലൂടെയെങ്കിലും കടക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സുബഹി നിസ്കരിക്കുന്നവരാണോ? ആദ്യത്തെ നിസ്കാരം എന്തായാലും സുബഹിയാണല്ലോ. അത് കഴിഞ്ഞില്ലേ ളുഹ്റും അസ്റും ഒക്കെ വരുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഉസ്താദെ നിസ്കരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പലപ്പോഴും പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല, ഉറങ്ങി പോവുകയാണ്. ഞാനൊരു 8 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 8 കാര്യങ്ങൾ ചെയ്ത് 8 കവാടമുള്ള സ്വർഗത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാ. ഒന്നാമത്തത്, അള്ളാഹുവിനോട് നല്ലപോലെ ദുആ ചെയ്യുക. അള്ളാഹുവേ, നാളെ സുബഹി നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ചെയ്യൂലേ ഇൻഷാ അല്ലാ. 2, ആ ദുആയിൽ ആത്മാർത്ഥതയുണ്ടായിരിക്കലാണ്. അള്ളാഹു യൻളുറു ഇലാ ഖുലൂബിക്കും, നമ്മളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, നമ്മളുടെ രൂപങ്ങളിലേക്കല്ല. ആത്മാർത്ഥതയുണ്ടാവുക. 3, ഞാൻ എന്തായാലും എഴുന്നേൽക്കും എന്നുള്ള ദൃഢ നിശ്ചയമാണ്. 4, ഈ സുബഹിയുടെ മഹത്വങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കിടന്നുറങ്ങലാണ്. 5, തെറ്റുകളിൽ നിന്ന് അകന്നുള്ള ഒരു ജീവിതമാണ്. ഒരു തെറ്റിലേക്കും പോകാതെ, തെറ്റ് കേൾക്കാതെ, തെറ്റ് കാണാതെ, തെറ്റിലേക്കുള്ള നടത്തം മാറ്റിവെച്ചുള്ള ഒരു ജീവിതം. 6, മര്യാദകൾ പാലിച്ച് കിടന്നുറങ്ങലാണ്. റീൽസുകൾ കണ്ട് ഉറങ്ങിപ്പോകലാണോ പതിവ്? ഒന്ന് മാറ്റുക. വുളു എടുത്ത് സൂറത്തൊക്കെ ശരീരത്തിൽ ഊതി സ്വലാത്ത് ചൊല്ലി തടവി കിടന്നുറങ്ങുക. ഈ മര്യാദയാണ്. 7, ഭക്ഷണം കുറക്കലാണ്. ധാരാളം വെട്ടി വിഴുങ്ങി കിടന്നുറങ്ങലല്ല. ആവശ്യത്തിന് കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വയറ് അല്പം ബാക്കി വെക്കുക, കിടന്നുറങ്ങുക. 8, അലാറം വെക്കുക. അത് നിങ്ങളെല്ലാവരും വെക്കുന്നവരാകാം, പക്ഷെ സമയത്തിൽ ഒരു ചേഞ്ച് വരുത്തുക. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക. ഈ 8 കാര്യങ്ങളിലൂടെ 8 കവാടത്തിലൂടെയുള്ള അസുന്ദരമായ സ്വർഗത്തിലേക്ക് ചെയ്യൂലേ? അപ്പം നാളെ മുതൽ ഒരു റിസൾട്ട് കാണട്ടെ ഇൻഷാ അല്ലാ. വീണ്ടും കാണാം.